പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ഓശാന പെരുന്നാളോടുകൂടെ അടുത്ത ഞായറാഴ്ച ഉയർപ്പ് ഞായറാഴ്ചയുമായി അങ്ങനെ ഈ നോമ്പ് അനുഗ്രഹീതമായി പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്ക് ഇന്നയോളം ആയുസ്സും അവസരവും കൃപയും തന്നു. ദൈവത്തിന് സ്തോത്രം. ഊശാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഒരു ചെറിയ പ്രാർത്ഥനാ ശകലമാണത്. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഊശാന എന്ന പദം നമ്മളുടെ കൗമാ പ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഊശാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതൊരു മന്ത്രമായി നമുക്ക് ഉച്ചരിച്ച് നടക്കാനും കഴിയും. അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രാർത്ഥന, ചെറു പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ നാഥനായ ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ കുടിയിരിക്കും. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം. ഇതൊരു വലിയ അനുഭവമായി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ ഓശാന പെരുന്നാൾ ദിവസം നമുക്ക് അങ്ങനെ ഒരു പുതിയ ശീലമുണ്ടാക്കാം, ഒരു പുതിയ ക്രമം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചെറു പ്രാർത്ഥന ആവർത്തിക്കുമ്പോഴുള്ള ശക്തിയും ബലവും അത് ഒരു വലിയ അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും. പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തും. ദേവാലയത്തിൽ ഉള്ള ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കും. എന്നാൽ അതിനുശേഷമുള്ള ഇടവേളകളിൽ നമ്മളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ, നമ്മളുടെ അധരങ്ങളിൽ ഒരു മന്ത്രമായി, രഹസ്യമായി ഉച്ചരിച്ചുകൊണ്ട് വ്യാപരിക്കുവാൻ ഈ ഓശാന എന്ന പദം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ചെറു പ്രാർത്ഥന ഒരു മന്ത്രമായി, മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യാവുന്നത് എന്നാണ്. ആലോചിച്ച് അർത്ഥം വീണ്ടും വീണ്ടും ആഴമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ മന്ത്രം. ഒരു പ്രാർത്ഥനാ മന്ത്രമായി ഈ ഓശാന എന്ന പദം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം വരുന്ന ആ പദം തീർച്ചയായും നമുക്ക് പരിശീലിച്ചെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഒന്നാമതായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഒരവസരം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുവാൻ ദൈവം അവസരം തരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു സേവനത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ ഈ ഒരു ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഈ പദം, ഈ പ്രാർത്ഥന നമുക്ക് അവർ ഉച്ചരിക്കുവാൻ കഴിയും വിധം ഒരു സാഹചര്യം സ്നേഹത്തിലും സേവനത്തിലും കൂടെ, കൊച്ചു നന്മകളിലൂടെ, നല്ല വാക്കുകളിലൂടെ സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും അവരുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ. ഒരനുഭവം ഇങ്ങനെയാണ്. ഒരു രോഗി, അയാൾ ആശുപത്രി അഭയം പ്രാപിക്കുന്നു. കലശലായ രോഗമാണ്. അദ്ദേഹം രോഗശയ്യയിലാണ് ആശുപത്രിയിൽ. പെട്ടെന്ന് അയാൾക്ക് ഒരു ഛർദിയുടെ ഒരു ശക്തമായ ആവശ്യമുണ്ടാകുന്നു. അയാൾ ഛർദിക്കുന്നതിന് ആവശ്യമായ പാത്രം കിടക്കയോടടുത്ത് തപ്പുകയാണ്. ആ മുറിയിലുണ്ടായിരുന്ന നഴ്സ് സിസ്റ്റർ ആ മുറിയിൽ ഈ
പാത്രം, ഈ ഛർദ്ദിക്കുന്നതിനുള്ള പാത്രം അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതില്ല എന്ന് കാണുന്നു. ആ രോഗി ഉടനെ ഛർദ്ദിക്കുകയും ചെയ്യും. ആ നേഴ്സ് സഹോദരി അടുത്ത് ചെന്ന് അവരുടെ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് ആ രോഗിയുടെ വായോട് അടുപ്പിച്ച് പിടിക്കുന്നു. രോഗി ആ നേഴ്സ് സിസ്റ്ററിൻ്റെ കൈകളിൽ ഛർദ്ദിക്കുന്നു. അത് ഒട്ടും താഴെ വീഴാതെ ഈ സിസ്റ്റർ അത് കൊണ്ടുചെന്ന് പുറത്ത് അത് കളഞ്ഞിട്ട് കൈകൾ വൃത്തിയായി കഴുകി സോപ്പിട്ട് കഴുകി അങ്ങനെ ചെയ്ത ശേഷം തിരികെ വീണ്ടും രോഗിയുടെ അടുത്തേക്ക് വരുമ്പോൾ രോഗിയുടെ പരിചാരകനായി അടുത്ത് നിൽക്കുന്ന ആൾ അത്ഭുതത്തോട് ചോദിച്ചു, സിസ്റ്റർ, നിങ്ങൾക്കിതെങ്ങനെ ചെയ്യുവാൻ കഴിയും? ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു, ഇത് എൻ്റെ ശുശ്രൂഷയാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ വിനീതയായ ഒരു സേവികയാണ്. ഇതെൻ്റെ സഹോദരനായി ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ സഹോദരൻ്റെ ഛർദി എൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുന്നത് അനുഗ്രഹമായി ഞാൻ കാണുന്നു. കാരണം യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇതിന് പ്രതിഫലം തന്ന് എന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിച്ച അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് കേട്ട ആ ബൈസ്റ്റാൻഡർ, രോഗിയെ പരിചരിക്കുവാൻ അടുത്തു നിന്ന കുടുംബാംഗം ഒരു വലിയ പാഠം പഠിക്കുകയാണ്. നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു എൻ്റെ നാഥനായി എൻ്റെ ജീവിതത്തിൽ, വീണ്ടെടുപ്പുകാരനായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് അപ്പോഴാണ്. ആ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്കെങ്ങനെ കഴിയും? ഈ ചോദ്യത്തിന് സുപ്രധാനമായ ഒരു ഉത്തരമുണ്ട്. യേശുക്രിസ്തു ഇന്നും നാഥാ രക്ഷിക്കണമേ, എൻ്റെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും എന്നിലൂടെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ അവസരമുണ്ടാക്കുന്നതും അതാണ് ഇന്നത്തെ എൻ്റെ ഓശാനയുടെ പുത്തൻ അനുഭവം. ഓശാന എന്ന് ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ അത്തരം അവസരങ്ങൾ എനിക്ക് ദൈവം തന്നു, ദൈവത്തിന് സ്തോത്രം എന്നാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളുടെ കുഞ്ഞ് സേവനത്തിലൂടെ അത് പ്രകാശിക്കുമ്പോൾ അയാൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. നാഥ എന്നെ രക്ഷിക്കണമേ എന്ന ഓശാനയുടെ മന്ത്രം ഇന്ന് അത് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നത് സ്നേഹത്തിൽ, വിനയത്തോടെ, സേവനത്തിൽ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഇന്ന് ഓശാനയുടെ പുത്തൻ അനുഭവം ഉണ്ടാകുന്നത് വിനയത്തോടുകൂടെ അയാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ ഒരവസരം ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ ഞാൻ അയാളുടെ ജീവിതത്തിൽ അയാളുടെ വീണ്ടെടുപ്പുകാരനായ നാഥനെ ഞാൻ നൽകുകയായി. ഓശാനയുടെ കാലികമായ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഹോസന്ന ടുഡേ ഇൻ അവർ ലൈഫ്സ്? ആ ചോദ്യത്തിന് ഒരു പ്രായോഗികമായ ഒരു രൂപമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്. കുഞ്ഞുങ്ങളെ, അങ്ങനെയാവട്ടെ ഈ വർഷത്തെ ഹോസന്ന പെരുന്നാൾ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുവിനെ മറ്റുള്ളവരുടെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വിനയത്തോടെ, സ്നേഹത്തിൽ ഒരു ചെറിയ സഹായം, ഒരു സേവനം കാഴ്ചവെക്കുവാൻ കഴിയുമ്പോൾ നിന്നിലൂടെ നാഥനായ യേശു ക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരനായി തിരിച്ചറിയുവാൻ അയാൾക്ക് സാധിക്കും. ആ സാക്ഷ്യം നമ്മളുടെ ജീവിതത്തിലൂടെ നിറവേറപ്പെടുമ്പോഴാണ് ഓശാന പെരുന്നാൾ ഇന്നെനിക്ക് അനുഭവമായി മാറുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരനുഭവമായി
പാകപ്പെടുത്തുവാൻ ദൈവകരങ്ങളിൽ ഉപകരണമായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. കുഞ്ഞുങ്ങളെ, നല്ല ഓശാന പെരുന്നാൾ എല്ലാവർക്കും നേരുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.